പേജ് നമ്പർ 188 ശതമാന രൂപം, അതായത് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. നമ്മളതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കണം, ഫ്രാക്ഷണൽ ഫോമിലാക്കി മാറ്റണം. അപ്പം പെർസെൻറ്റേജ് 12 1/2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 1/2%. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ബൈ 100 എന്ന് എഴുതുകയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 12.5 ഡിവൈഡഡ് ബൈ 100 എന്നാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഈ 12 1/2 എന്നതിനെ നമ്മൾ എങ്ങനെ എഴുതണം? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിന് ഫ്രാക്ഷൻ ആക്കാൻ നമുക്കറിയാം. 12 2 24 1 25/2 എന്ന് വരും. ഈ 100 എന്ത് വരും എന്നറിയോ? ബൈ 100 അല്ലേ. അപ്പോൾ ഈ 2ൻ്റെ കൂടെ ആ 100 അങ്ങ് എഴുതിയാൽ മതിയോ? ഇനി നോക്ക്, 25 100 കട്ട് ചെയ്യാമല്ലോ. 25 4 അല്ലേ 100. 25 ഗുണം 1 25, 25 2 50, 25 3 75, 25 ഗുണം 4 ചെയ്യുമ്പോഴാണ് 100. 25ൻ്റെ ടേബിൾ ചെയ്യില്ല 1 ടൈംസ്. സോ ആൻസർ ഈസ് 1/2 4s are 8. ഇതാണ് ആദ്യത്തേൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഞാൻ ബാക്കിയെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ പറയാമേ. ഒന്നും കൂടി 12 1/2 ചെയ്തേക്കാം. 12 2 24 1 25/100. 25/100 സോറി, ഇവിടെ ബൈ 2 ആണ്. 2 × 100. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ബൈ 4 വരും. ആൻസർ ഈസ് 1/8. അടുത്തത് 6 4 24 1 25/4 ബൈ 100 കൊടുത്തു. സോ 25 100 കട്ടാകുമ്പോൾ നമുക്ക് 4 കിട്ടുന്ന അറിയാമല്ലോ. സോ 1/4 4s are 16. ഇവിടെ 33 × 3 99 വരും. 99 + 1 100 ഡിവൈഡഡ് ബൈ 3 പെർസെൻറ്റേജിന് ബൈ 100 ഇവിടെ കൊടുക്കുന്നു. സോ 100 100 കട്ടായി പോയാൽ ബാക്കി ആൻസർ ഈസ് 1/3. ഇവിടെ 66 × 3 198 ആണ്. +2 ദാറ്റ് ഈസ് ഈക്വൽ ടു 200/3. ഈ പെർസെൻറ്റേജിൻ്റെ 100 ഇവിടെ കൊടുത്തു. രണ്ടും കൂടെ കട്ടാകുമ്പോൾ ആൻസർ ഈസ് 2/3. അടുത്തത് 16 × 3 48 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50/3 × 100. 50ഉം 100 കട്ട് ചെയ്താൽ ബൈ 2 വരത്തില്ലേ ഇവിടെ. സോ ആൻസർ ഈസ് 1/6. The last question 83 × 3 3 9 8 24 249 + 1 അതായത് 250 ഡിവൈഡഡ് ബൈ 3 × 100 കട്ട് ചെയ്തു. അപ്പം പിന്നെ 5ൻ്റെ ടേബിൾ 5 5s are 25, 5 2s are 10. സോ ആൻസർ ഈസ് 5/3 2s are 6. ക്ലിയർ അല്ലേ? ഇത് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും.